ക്ലബ്ബ് രൂപീകരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർകാശി ഇറങ്ങുന്നത് ചെറിയ കളി കളിക്കാനല്ലെന്ന്. കാരണം അവർ വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഐ ലീഗിലേക്ക് ഇറങ്ങി, ഐ ലീഗ് ചാമ്പ്യന്മാരായി, ISLലേക്ക് പ്രൊമോഷനും നേടി. നേരത്തെ അവരൊരു തട്ടിക്കൂട്ട് സെറ്റപ്പ് സ്റ്റേഡിയം ഉണ്ടാക്കിയായിരുന്നു. അത് രാത്രി ഇരുട്ടി വിളക്കുന്നതിന് മുമ്പേ തന്നെ അവരൊരു സ്റ്റേഡിയം ഉണ്ടാക്കി ഞെട്ടിച്ചതാണ്. ഇപ്പം AFC സ്റ്റാൻഡേർഡ്സിന് മുകളിൽ നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉന്നത നിലവാരമുള്ള ഒരു സ്റ്റേഡിയം സ്വന്തമായി നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അവരുടെ ISL പ്രവേശനത്തിനെ അവരിങ്ങനെയാണ് ആഘോഷിക്കാനിരിക്കുന്നത്. CMAB ട്രസ്റ്റുമായിട്ട് ചേർന്ന് 60 കോടി രൂപ വകയിരുത്തി അവർ എമർജൻസി ആയിട്ട് പുതിയ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുന്ന തരത്തിൽ ഒരു പുതിയ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതാണ് ഇന്റർകാശിയുടെ ഒരു സെറ്റപ്പ്. അവർ ഇന്റർസ്കാൽഡസുമായിട്ട് ജോയിൻ ചെയ്യുന്നു, ഇന്റർ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ലബ്ബുമായിട്ട് പ്ലെയർ എക്സ്ചേഞ്ച് പ്രോഗ്രാം വരെ നടത്തുന്നു. നമ്മുടെ എന്താണ് പറയുന്നത്, ഒരു യൂറോപ്യൻ ടീമിന്റെ ഹെഡ് കോച്ചായിട്ട് അവരുടെ മുൻ പരിശീലകനായിരുന്ന താരത്തിനെ അവർ നിയമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ താരം ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ക്ലബിന്റെ പരിശീലകനായി പോകുന്നത്. ഇത്തരത്തിലൊക്കെയുള്ള നേട്ടങ്ങളിലേക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ കൈപിടിച്ച് നടത്തുമ്പം ഇന്റർകാശി എന്ന് പറയുന്ന ഫുട്ബോളിനെ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിൽ ഒരിക്കലും എഴുതി തള്ളാൻ കഴിയാത്ത വളർന്നു വരുന്ന ശക്തിയായിട്ട് വേണം വിലയിരുത്താൻ.